ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ഈ ഒരു ചെടി തന്നെ വളർന്നു വന്നതാണേലും കൊള്ളാം, നിങ്ങൾ വെച്ചാലും കൊള്ളാം, എന്താണേലും ഈ പറയുന്ന ഒരു ചെടി ഞാനീ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുള്ള വീട്ടിലുണ്ടെങ്കിൽ ആ ചെടി വളരുന്ന പോലെ തന്നെ സാമ്പത്തികവും വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. അതൊരു ആശ്ചര്യമായ കാര്യമാണ്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ആ ചെടി ഏതാണ്, ആ ചെടി നിൽക്കേണ്ട സ്ഥലം എവിടാണ്, അതുപോലെ സമ്പത്തും വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. ഇത് ശിവഭഗവാന്റെ ഒരു വലിയ ഒരു രഹസ്യമാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളത് മുഴുവൻ കാണുക. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു ചെടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം വീട്ടിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ കിളിച്ചു വന്ന ചില വീടുകളിൽ തന്നെ അത് കിളിച്ച് വരാറുണ്ട്. അതിൻ്റെ സ്ഥാനം നോക്കണം, അത് എവിടാണെന്ന്. മാത്രമല്ല, ഞാനീ പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഐശ്വര്യത്തെ ചെയ്യുമെന്നുള്ളതാണ്. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളത് കേൾക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്ന ആളുകൾക്ക് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, എല്ലാം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ഏത് ചെടിയാണ്, ആ ചെടി നിങ്ങളില്ലേ അത് വീട്ടിൽ നട്ടാലും. അപ്പോഴേ ഞാനീ പറയുന്ന നക്ഷത്രക്കാർ, അപ്പോൾ ആ ചെടി എന്നാണെന്ന് ഞാൻ പറയാം. ആദ്യം ആ ചെടിയാണ് ഈ എരിക്ക്. ഇപ്പം എരിക്കെന്ന് പറഞ്ഞാൽ എരിക്ക് എന്ന് പറഞ്ഞ ചെടി ഈ ചില നക്ഷത്രക്കാരുള്ള വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിളുത്ത് വന്നതാണേലും അല്ലെങ്കിൽ നമ്മൾ വെച്ചാലും മതി. അത് ഞാനീ പറയുന്ന വീട്ടിലെ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അത് വളരെ ഐശ്വര്യത്തെ ചെയ്യും. ആ ചെടി വളരുന്ന പോലെ തന്നെ സാമ്പത്തികം വരും. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടായി വരും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ആദ്യം ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ നക്ഷത്രക്കാരെ പറയുന്നതോടൊപ്പം ഈ എരിക്കിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടെ കേട്ട് കഴിയുമ്പോഴേ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നക്ഷത്രക്കാർ പറഞ്ഞുതരാം. ആയില്യം നക്ഷത്രക്കാർ ഉള്ള വീട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് മതി. അശ്വതി നക്ഷത്രം ഉള്ള വീടുകളിൽ, അതുപോലെ അനിഴ നക്ഷത്രം ഉള്ള വീടുകളിൽ, പിന്നെ പൂരുരുട്ടായി നക്ഷത്രം, ഈ പറയുന്ന നക്ഷത്രം വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായാൽ, ഈ ഇത്രയും നക്ഷത്രം സൂര്യകർമ്മയുള്ളതാണ്. സൂര്യകർമ്മയെ ശിവനുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പം ശിവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്, അതുകൊണ്ടാണ്. പിന്നെ പുണർദം നക്ഷത്രം വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ചോതി നക്ഷത്രം വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ അവിട്ട നക്ഷത്രം, ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വീടുകളും ഈ എരിക്ക് വളരെ വലിയ ഐശ്വര്യത്തെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പുണർദം, ചോതി, അവിട്ടം ഇത് ശനി കർമ്മയാണ്. DNA ആസ്ട്രോളജി അനുസരിച്ച് വരുന്നത്. ശനി, സൂര്യൻ ഇതെല്ലാം ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും മകയിര നക്ഷത്രം, അത്തം നക്ഷത്രം, ഉത്രാട നക്ഷത്രം, ഈ നക്ഷത്രങ്ങളുള്ള വീടുകളിലും എരിക്ക് നിൽക്കുന്ന വളരെ നല്ലതാണ്. അത് വ്യാഴകർമ്മയാണ് വരുന്നത്. രാഹു കർമ്മയും കൂടെ ആടാകും. ഇപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ ആ രാഹു കർമ്മ വരുമ്പം അവിടെയും ഒരു ശിവപ്രീതി, ശിവന്റെ അനുഗ്രഹം ഉള്ളവർക്ക് വ്യാഴകർമ്മയുടെ കൂടെ രാഹു കർമ്മ ആടാകുന്നുണ്ട്. മകയിരം, അത്തം, ഉത്രാടം. അപ്പം അവിടെയും ശിവപ്രീതിയുള്ള ആ നക്ഷത്രക്കാരുള്ള വീടുകളിലും കൂടുതൽ ഐശ്വര്യമായിട്ട് കണ്ടിട്ടുണ്ട് എരിക്ക് നിൽക്കുന്നത്. ഇനിയും രോഹിണി, ഉത്രം, പൂരാടം ഈ നക്ഷത്രക്കാരുള്ള വീടുകളിലും എരിക്ക് വളരെ നല്ലതാണ്. അത് ബുധകർമ്മയാണ് DNA ആസ്ട്രോളജി അനുസരിച്ച്, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. പക്ഷേ ശനി കർമ്മയും കൂടെ ആടാവും. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഉള്ള നക്ഷത്രക്കാരുള്ള വീടുകളിലും എരിക്ക് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു. ഇത് ചന്ദ്രകർമ്മയാണ് വരുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവിയുടെ സ്വാധീനം, ദേവിയുള്ളിടത്ത് ശിവനുണ്ട്. അപ്പം ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും
നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എരിക്ക് വളർന്നു വരികയോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുകയോ ചെയ്താൽ പോലും വളരെ വലിയ ഐശ്വര്യത്തെ ചെയ്യും. ആ ചെടി വളരുന്ന പോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരുകയും ചെയ്യും, സാമ്പത്തികം വർദ്ധിച്ചു വരികയും ചെയ്യും. അപ്പൊ ഈ എരിക്കുമായിട്ടുള്ള ശിവന് കൂവളം പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് എരിക്കും. കൂവളം പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എരിക്കും. ഈ എരിക്ക് എല്ലായിടത്തും ഒന്നും പിടിക്കത്തില്ല. അത് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ള സ്ഥലങ്ങളിലേ എരിക്ക് പിടിക്കത്തുള്ളൂ. അപ്പം ശിവഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ദേവിയുടെ അനുഗ്രഹം, പരമേശ്വരി പാർവതി ദേവിയുടെ അനുഗ്രഹം അവിടെ ഉണ്ട്. മഹാലക്ഷ്മിയും ശിവകൃപയുള്ളിടത്ത് മഹാലക്ഷ്മിയും ഉണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തികം വർദ്ധിച്ചു വരുന്നത്. അപ്പോഴേ ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ നക്ഷത്രങ്ങളൊക്കെ അവിടെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എരിക്ക് നിൽക്കേണ്ടത് വടക്ക് കിഴക്കേ മൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ ആണെങ്കിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും, സാമ്പത്തികമായ വർധനം ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനിയും എരിക്ക് ഈ പ്രദോഷ സന്ധ്യകളിൽ ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് എരിക്കും പൂവും കൊണ്ട് അർച്ചന ചെയ്താൽ നല്ലതാണ്. ഈ എരിക്ക് നമ്മൾ എരിക്ക് പൂവൊക്കെ ഇറുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ കറ കണ്ണി വീണ കണ്ണിൻ്റെ കാഴ്ചക്ക് ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ എരിക്കും പൂ നടക്കി വെക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്നാൽ പോലും ശിവകൃപ ഉണ്ടായി വരും, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും, പാർവതിയുടെ അനുഗ്രഹം ഉണ്ടാകും. എല്ലായിടത്തും ഒന്നും അത് അധികം നാൾ നിൽക്കത്തില്ല, അല്ലെ പിടിച്ചു വരത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ചിലയിടത്ത് തന്നെ കിളുത്ത് വരും. അപ്പം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത്. പിന്നെ വേറെ പലയിടത്തും ഞങ്ങളുണ്ട്. അല്ലെങ്കിൽ വടക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ ഒക്കെ ആണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും, വളരെ ഐശ്വര്യത്തെ ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ എരിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭിചാരക്രിയകൾ എന്നുവെച്ചാൽ ദുഷ്ക്രിയകൾ, പലരെ ദുഷ്ടന്മാർ ചെയ്യുന്ന ചില മാന്ത്രിക ക്രിയകളും അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ഏത് പ്രവർത്തനങ്ങളും നമുക്കെതിരായിട്ടുള്ള അതിനെയൊക്കെ തടുക്കാനുള്ള അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശക്തി എരിക്കിനുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എരിക്ക് നിൽപ്പുണ്ടെങ്കിൽ നമുക്കെതിരെ എന്തൊക്കെ പ്രയോഗങ്ങൾ ചെയ്താലും നമുക്ക് ഏക്കത്തില്ല. അതിനെല്ലാം ഇല്ലാതാക്കാനുള്ള ശക്തി എരിക്കിനുണ്ട്. ആഭിചാര ദോഷങ്ങളെ, മാന്ത്രിക പ്രയോഗം കൊണ്ടുള്ള ദോഷങ്ങളെ ഒക്കെ ഇല്ലാതാക്കാനുള്ള ശക്തി എരിക്കിനുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? എരിക്കുള്ളത് ശിവനുണ്ട്, ശിവനുള്ളത് പാർവതിയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് ഏക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയും ഈ ശിവഭക്തന്മാരുടെ വീട്ടിലെല്ലാം അത് ഏത് നക്ഷത്രം ആയിക്കോട്ടെ, അത് 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രം വേണേലും വരാം. ശിവഭക്തനാണോ അയാളുടെ വീട്ടിൽ ശിവന്റെ അനുഗ്രഹം ഉണ്ടോ അയാളുടെ വീട്ടിൽ ചിലപ്പോൾ ഒന്നുകിൽ എനിക്ക് തന്നെ കിളുത്ത് വരും, അല്ലെ ചിലപ്പോൾ നമുക്ക് വെക്കാൻ തോന്നും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, അപ്പം ചിലർ എനിക്കിനിയും വെക്കുന്ന, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അവിടെ ഏത് നക്ഷത്രമാണെന്നുള്ളത് കാര്യമില്ല. ഞാനീ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കൂടുതൽ ഐശ്വര്യത്തെ ചെയ്യും എന്നുള്ളത് സംശയം വേണ്ട. അങ്ങനെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ശിവന്റെ അനുഗ്രഹം ഉള്ളവരാണെങ്കിൽ അവിടെ ഏത് നക്ഷത്രക്കാരാണേലും പ്രശ്നമല്ല. ശിവകൃപയുള്ളിടത്ത് എരിക്ക് പിടിച്ചു വരും, അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ തോന്നും, വെച്ചാൽ അത് ഐശ്വര്യമായിട്ട് പിടിച്ചു വരികയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പം നമുക്ക് എപ്പോഴും ആപത്തുകൾ ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ വടക്കോട്ട് പോകുന്ന ഒരു വേര് അല്പം മുറിക്കാവുള്ളൂ. ആ മരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ മുറിക്കരുത്. വടക്കോട്ട് പോകുന്ന ഒരു വേര് മിണ്ടാതുരിയാടാതെ മുറിച്ച് അല്പം മുറിക്കാവുള്ളൂ കേട്ടോ. ആ മരത്തിന് ദോഷം വരുന്ന രീതിയിൽ ചെയ്യരുത്. ചെറുതായിട്ട് അല്പം മുറിച്ച് അത് ഇരുട്ടത്തുണക്കി അത് നമശിവായ ജപിച്ച് ഇടത് പോക്കറ്റ് ഇടുക. ഏതാപത്ത് നമുക്ക് തടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആപത്തുകളും അത്യാപത്തുകളും ഒക്കെ ഉള്ളവർക്ക്. അപ്പം അങ്ങനെ എരിക്കിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം എരിക്ക് ശിവന്റെ കൃപയുള്ളിടത്ത് എരിക്ക് കാണും, അവിടെ ശിവന്റെ അനുഗ്രഹം ഉള്ളിടത്ത്. അപ്പോൾ ആ എരിക്ക് ഇപ്പം വടക്ക് കിഴക്കേ മൂലയിൽ എരിക്ക് വളരുന്ന അനുസരിച്ച് സമ്പത്തും വരും. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ എരിക്ക് വളരുന്ന അനുസരിച്ച് നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി വരും. പക്ഷെ നമ്മൾ അവിടെ ഒരു വൃത്തികേടായിട്ട് ഇടരുത്. എരിക്ക് നിൽക്കുന്നിടം നമ്മൾ തുപ്പുക അങ്ങനെയുള്ളതൊന്നും അവിടെ ചെയ്യരുത്. ശുദ്ധമായിട്ടിരിക്കണം. ആ എരിക്ക് നിൽക്കുന്ന സ്ഥലം ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? അതോടൊപ്പം നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയി
തിങ്കളാഴ്ച ഭഗവാൻ അല്പം നെയ്യ് സമർപ്പിച്ച് ഒരു പിൻവിളക്കൂടെ സമർപ്പിച്ച് ശിവനെയും പാർവതിയും വിളിച്ച് പരമേശ്വര എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ വളരെ നന്നായിരിക്കും തിങ്കളാഴ്ചകളിൽ രാവിലെ. അതുപോലെ തന്നെ ശനിയാഴ്ചകൾ രാവിലെയും ചെയ്യാം. വലിയ ഐശ്വര്യം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ പക്കത്താണ് ഒരു പാൽപ്പായസം ശിവഭഗവാന് കൊടുക്കുക, കൂവളത്തിൽ അർച്ചന കൊടുക്കുക, പാർവതിദേവിക്ക് പിൻവിളക്ക് കൊടുക്കുക, ഒരു നെയ്വിളക്ക് കൊടുക്കുക. ഇതൂടെ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ശിവകൃപ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ എരിക്കിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെയോ നിങ്ങളുടെ കഴിവല്ല. ഈ സമയം ഇത് അറിയുന്നുണ്ടെങ്കിൽ അത് ശിവൻ വിചാരിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ശിവകൃപയുള്ളവരാണ്. നിങ്ങൾ ഏത് നക്ഷത്രമാണെങ്കിലും അവിടെ വിഷയമല്ല. ശിവന്റെ അനുഗ്രഹം ശിവഭക്തന്മാർക്ക് അവരുടെ വീട്ടിൽ എരിക്കിനെ കുറിച്ച് അറിയുകയും എരിക്ക് ചിലടത്ത് തന്നെ കിളുത്ത് വരും, അല്ലെങ്കിൽ എരിക്ക് വെക്കാൻ അവസരം ഉണ്ടാകും. വെച്ച് കഴിഞ്ഞാലും അത് ഐശ്വര്യമായിട്ട് വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഭഗവാന്റെ കൃപയാണ്. ഈ എരിക്കിന് അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങളെയൊക്കെ തടുക്കാനും ഈ എരിക്കെന്ന് പറഞ്ഞ എരിക്കിന് സാധിക്കുന്നുള്ളതാണ്. എരിക്കൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ കൂവളം പോലെ തന്നെ ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി തന്നെയാണ് എരിക്ക് കേട്ടോ. അതിൻ്റെ അത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത് വെള്ള എരിക്കുണ്ട്. വെള്ള എരിക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഇനിയും ഇതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം അല്ലെ പരമേശ്വര പാർവതീദേവി അമ്മേ പരമേശ്വര അവിടത്തേക്ക് എല്ലാത്തിനും നന്ദി, എല്ലാ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ ആ എരിക്കിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അഭീഷ്ട കാര്യങ്ങളും നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഇത് ആരും കാണുക ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റോ അല്ലെ ആ എരിക്കിൻ്റെ ആ കൃത്യം ചോട്ടിൽ ചെന്നൊന്നും ചെയ്യണമെന്നില്ല. അല്പം മാറി എന്ന് എരിക്കിനെ നോക്കി പ്രാർത്ഥിച്ചാലും മതി, നല്ലതാണ്. അത് മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി കേട്ടോ, നല്ലതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്തേ എരിക്ക് വളരത്തുള്ളൂ, എരിക്ക് പിടിക്കത്തുള്ളൂ. പക്ഷെ അവിടെ ശുദ്ധമായിട്ട് സൂക്ഷിക്കുകയും വേണം. ഭഗവാനെ നമ്മൾ സ്മരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഐശ്വര്യത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എരിക്ക് നശിച്ചു പോകും കേട്ടോ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായെന്ന് കരുതി നമ്മൾ ആ അനുഗ്രഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ ഭഗവാൻ അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണകരമാകണോ, അത് ചിലപ്പോൾ നശിച്ചു പോകാം. അപ്പം നമ്മളിത് ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ അതിനെ നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? ഇത്തരം അറിവുകൾ അറിയുമ്പോഴാണ് നമ്മളത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഈ ചില നക്ഷത്രങ്ങൾക്ക് ചില രഹസ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അനിഴം നക്ഷത്രക്കാർ അവർക്ക് സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മനോദുഃഖം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളൊരു നക്ഷത്രമാണ്. ഒന്നുകിൽ ചിലർക്ക് ചിലപ്പം സന്താനങ്ങൾ താമസിച്ചായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്ക് ഇല്ലായിരിക്കും, ചിലർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ട് ചില മനോദുഃഖങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് അനിഴം. എന്ന് വെച്ചാൽ അനിഴം നാളുകാർക്കെല്ലാം അങ്ങനെ ആണെന്നല്ല പറയുന്നത്, എങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് ഏറ്റവും നല്ലത് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ ഭഗവാന് കദളിക്കൊല ഏതെങ്കിലും വ്യാഴാഴ്ച സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ഞായറാഴ്ച മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച വൈകുന്ന പാട് കൃഷ്ണക്ഷേത്രത്തിൽ അല്പം 1/2 ലിറ്ററോ 1 ലിറ്ററോ എള്ളെണ്ണ കൊണ്ടുപോയി ചെറിയ ക്ഷേത്രം തിരഞ്ഞെടുത്താൽ മതി. അപ്പം വലിയ പൈസയൊന്നും ആകത്തില്ല. ചുറ്റുവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാവും. അവിട്ട നക്ഷത്രക്കാർക്കും സന്താനങ്ങൾ കൊണ്ട് നല്ല അനുഭവങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. ചിലർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും ചിലർക്കെങ്കിലും അനുഭവങ്ങൾ കുറവായിരിക്കാം. അവർ മുരുകനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകും, സന്താനങ്ങളിൽ നല്ല അനുഭവങ്ങളും ഉണ്ടാകും. മുരുകനെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ മുരുകനെ ചൊവ്വാഴ്ച പോയി മുരുകന് ഇഷ്ട നിവേദ്യമോ എണ്ണ, മാല, അർച്ചന, നെയ്വിളക്ക് ഇഷ്ടമുള്ളതൊക്കെ സമർപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് സമർപ്പിക്കാം. ഇത് മാസത്തിലൊന്നോ സൗകര്യം പോലെ ചെയ്യുക. സന്താനങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയം വേണ്ട. പിന്നെ ഈ മകം നാളുകാർ
വിവാഹം കഴിഞ്ഞ് കുറേ നാളൊക്കെ നല്ലതായിട്ട് പോകും. പിന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നാളാണ്. അത് പുരുഷനാണേലും സ്ത്രീക്കാണേലും കൊള്ളാം. അപ്പോൾ അവർ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കാരണം അതായത് കുട്ടികളൊക്കെ ഉണ്ടായി ഒരു ജീവിതത്തിന് ഒരു കുറേ വർഷങ്ങൾ പിന്നോട്ട് കഴിഞ്ഞായിരിക്കും കൂടുതലായിട്ടും ഒരു ഒന്നിച്ചു പോയാലും ഒന്നിച്ച് ജീവിച്ചാലും ആ ഒന്നിച്ച് ജീവിക്കുന്നു എന്നുള്ള പേരിനേ ഉള്ളൂ. ആ മനസ്സുകൊണ്ടോ ഒക്കെ ഒരു ഒരുമ കുറവായിരിക്കും. അപ്പൊ അതിന് മകനക്ഷത്രക്കാർ ചെയ്യാവുന്ന കാര്യവും അതുപോലെ പൂരാട നക്ഷത്രക്കാർ അവർക്കും ദാമ്പത്യമായിട്ട് ഒരു ക്രമേണ ജീവിതത്തിൽ വളരെ ഒരു അകലിച്ച മനസ്സുകൊണ്ട് ദാമ്പത്യ ഐക്യത്തിലൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാകാം. ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നല്ല പറഞ്ഞു, അത് പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. എങ്കിലും ചിലർക്കെങ്കിലും ഞാനത് കാണുന്നുണ്ട്, മകം പൂരാടം. അപ്പൊ അതിന് ചെയ്യാവുന്നത് ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണം. ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കാരണം ഈ ലോകത്തിലെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റുകളാണ്, അല്ലാതെ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നുമല്ല. എല്ലാ ഒരു വിട്ടുവീഴ്ചകളും ഒരു അഡ്ജസ്റ്റ്മെന്റുകളും ലോകം മുഴുവൻ എല്ലാത്തിലും അതുണ്ട്. കാരണം എല്ലാത്തിലും ഒരു 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 നമ്മളെല്ലാം ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം, എങ്കിലേ ജീവിതം മനോഹരമാകത്തുള്ളൂ. അപ്പോൾ അത് ശ്രമിക്കണം. പിന്നെ വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേര് ജലധാര മൃത്യുഞ്ജയാർച്ചന കൂളത്തിലാർച്ചന, ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന, ഇത് രാവിലെ ചെയ്യുക. വൈകിട്ട് ജലധാര ഒഴിച്ച് ബാക്കിയും ചെയ്യുക, വെള്ളി ശനി വൈകിട്ടും. ഇതിങ്ങനെ ആഴ്ചയിൽ ആവർത്തിച്ചാലോ അല്ലെ മാസത്തിൽ ആവർത്തിച്ചാലോ ഐക്യമായിട്ട് മുന്നോട്ട് പോയിക്കോളും, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളോട് ശ്രമിക്കണം ഐക്യമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം ഒരു ജീവിതം എന്ന് വെച്ചാൽ അത് ഏറ്റവും പവിത്രമാണ്. ഒരു ജീവിതം ഇല്ലാതാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ അത് വളരെ പാടാണ്. അപ്പോൾ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തരുന്ന ഒരു പുണ്യമാണ്. അപ്പോൾ അത് ഒരിക്കലും നശിപ്പിക്കാതെ നോക്കണം, അത് നല്ലതായിട്ട് തന്നെ. കാരണം നമ്മളാരും ഒരുപാട് വർഷങ്ങളൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. നമുക്കൊക്കെ ഒരു പ്രായമുണ്ട്. ആ കാലഘട്ടം വരെയെങ്കിലും നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അത് ഭർത്താവിനുണ്ടാകാം, ഭാര്യയ്ക്കുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ക്ഷമിക്കണം. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് തന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് യോജിച്ച് പോയിട്ടുണ്ടെന്നറിയോ. കാരണം ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ യോജിക്കും. പലപ്പോഴും ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം വെളിയിൽ നിന്ന് വരുന്ന മൂന്നാമത് വരുന്ന ഒരു വ്യക്തിയായിരിക്കും. മനസ്സിലായില്ലേ? ഭാര്യയോ ഭർത്താവോ നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരാന്നുള്ളതേ ഉള്ളൂ. രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർക്കുന്നു. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അല്ലെ വീട്ടിൽ മക്കളുമായിട്ട് ആരുമായിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിൽ എല്ലാവരെയും കൂടി ഇരുന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. അതിനപ്പുറത്ത് തീരാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അതിൻ്റെ അകത്തോട്ട് മൂന്നാമതൊരാൾ കയറി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമാന്യം തീരത്തുമില്ല. അതുകൊണ്ട് ഭാര്യം എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളില്ല. മനസ്സിലായില്ല? അങ്ങനെ എത്ര കുടുംബങ്ങൾ ഐക്യപ്പെട്ടിട്ടുണ്ടെന്നറിയോ നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം. അത് ഭാര്യയും ഭർത്താവായിട്ടുള്ള കലഹമാണെങ്കിലും കൊള്ളാം, മക്കളും അച്ഛനും അല്ലെ മക്കളും അമ്മയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലും കൊള്ളാം, ഇല്ല നമ്മുടെ വീടിൻ്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം. വെളിയിൽ നിന്ന് ഒരാളെ ഇടപെടുത്തുമ്പോഴാണ് ഇതെല്ലാം കുളമാകുന്നത്. മാത്രമല്ല പിന്നെ അത് ശരിയാകാനും ബുദ്ധിമുട്ടാണ്. കാരണം ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ കയറി നോക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളോട് വളരെ വിധേയത്വമായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും നിങ്ങളോട് വളരെ വിധേയത്വമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ചിലപ്പം ഈ കുടുംബം നശിച്ച് കുളവാകാൻ ആഗ്രഹിച്ചായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ മനസ്സിൽ കയറി നോക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കുക നല്ലത്. നമ്മൾ തന്നെ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും എന്താണെങ്കിലും ആ കുടുംബം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാ. അവിടെ വീട്ടിലുള്ളവർ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഞാനിതൊക്കെ പറഞ്ഞിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാനീ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില കാഴ്ചപ്പാടുകൾ ആണ് ജീവിതം മാറ്റുന്നത്. ചില അറിവുകൾ, ചില നിമിഷങ്ങൾ, നമുക്ക് ചില അറിവുകൾ കിട്ടുന്ന ചില നിമിഷങ്ങളാണ് ജീവിതം മാറുന്നത്. അതുകൊണ്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ അത്തം നാള്, അതുപോലെ തിരുവോണം നാള്, അതുപോലെ ഉത്രം നാള്, ഈ നാളിന് ചില പ്രത്യേകതകളുണ്ട്. ഈ നാളിൽ ജനിച്ചവർക്ക് കലാപ്രവർത്തനങ്ങൾ, ആർട്ടിസ്റ്റിക്കൽ വർക്കുകൾ, സംഘാടനം, ഈ കലാപരമായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുക, അതുപോലെ ഇവന്റ് മാനേജ്മെന്റ്, ആർട്ടിസ്റ്റ് വർക്കുകൾ, കലാമേഖലയുമായി ബന്ധപ്പെട്ട വർക്കുകൾ, ഇതിനൊക്കെ പ്രത്യേക കഴിവുകൾ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്ക്
അത് പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം വേണം. നിങ്ങൾ ദേവിയെ ചോറ്റാനിക്കരെ പോയി അമ്മയെ തൊഴുക. നിങ്ങൾക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും. മാസത്തിൽ 1 വീതം ചെയ്യണം. അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം. ക്ഷേത്രത്തിന് വെളിയിൽ, ശ്രീകോവിലിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മയുടെ പാദങ്ങളെ ധ്യാനിച്ച് എല്ലാത്തിനും ചോറ്റാനിക്കരെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് സർവ്വതും അമ്മയിൽ സമർപ്പിക്കുന്നു മനസ്സുകൊണ്ട് ധ്യാനിച്ചിരിക്കണം. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ എല്ലാവരും ഇപ്പോൾ അത്തം, ഈ തിരുവോണം, ഉത്രം ഈ നാളിൽ ജനിച്ച എല്ലാവരും കലാകാരന്മാരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ കഴിവ് ചിലർക്കെങ്കിലും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴികളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ വേറൊരാളുടെ ആഗ്രഹം പ്രകാരം ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല നമ്മൾ. നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചെന്ന് അർത്ഥം വരത്തുള്ളൂ. അല്ലെ മറ്റൊരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞ് അതൊരു ജീവിതം എന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ കഴിവ്, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത്. മനസ്സിലായി? അതിനുവേണ്ടി ഞാനിതൊക്കെ പറഞ്ഞത്. പിന്നെ ഉത്രം നാളുകാർ, ഈ ഉത്രം നാളുകാർക്ക് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പം അതിന് ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്രം നാളിൽ മകളുടെ നാൾ ഉത്രമാണ്. അപ്പനുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അല്ലെ അപ്പൻ്റെ നാൾ ഉത്രമാണ്, അപ്പം മക്കളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആശയപരമായിട്ട് അതിനൊരു സാധ്യത കൂടുതലാണ്. വെച്ചാൽ എല്ലായിടത്തും അങ്ങനെയാണോ നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൻ്റെയും മക്കളുടെയുടെ നാളുകൂടെ ഒരു രസീതി വെച്ച് ഐക്യമത്യാർച്ചന ശിവക്ഷേത്രത്തിൽ വെള്ളി, തിങ്കൾ ഈ ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. എന്നിട്ട് അപ്പൻ്റെ പേരിൽ ഒരു ജലധാരയും ഒരു കൂട് ഭസ്മവും കൂടെ സെപ്പറേറ്റും വെച്ചേക്കണം. ഈ ബാക്കി അപ്പൻ്റെ മക്കളുടെ പേര് ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യണം. ഇത് ആവർത്തിച്ചാൽ നല്ല ഐക്യമായിട്ട് പൊക്കോളും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കോളും. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വീട്ടിൽ ചിലപ്പം കലഹങ്ങളും വഴക്കുകളും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവർ നല്ലൊരു നിലയിൽ വരേണ്ട കുട്ടികൾ ചിലപ്പം വീട്ടിലൊരു വഴക്കൊക്കെ ഉണ്ടാക്കി അവരുടെ പഠിത്തം ഉഴപ്പി അങ്ങനെ ആരും നശിക്കരുത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടാകുന്നു, നമ്മളൊരു മകനെ അല്ലെ മകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഒരിക്കലും അവർ നന്നാകുമെന്ന് കരുതി ഇറക്കി വിടരുത്. അവിടെയാണ് നമ്മുടെ കണക്കൂട്ടൽ തെറ്റുന്നത്. നമ്മൾ അവരുടെ സ്നേഹത്തോടെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയോ ചെയ്യാവുള്ളൂ. ഇറക്കി വിടരുത്. ഇറക്കി വിട്ടാൽ അവർ നന്നാകുമെന്ന് വിചാരിക്കരുത്. കാരണം അവരെ നിങ്ങൾ മനസ്സുകൊണ്ട് പോലും നിങ്ങൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാമെന്ന് പറയുക പോലും ചെയ്തു കഴിഞ്ഞാലും അവരെ സ്വീകരിക്കാൻ വേണ്ടി സമൂഹത്തിൽ നിങ്ങളോട് വിരോധമുള്ള ഒരു കൂട്ടം ആളുകൾ കാണും. അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മോശമായ കാര്യങ്ങളായിരിക്കും. അത് ഒരിക്കലും പിന്നെ നിങ്ങളെ ഈ മക്കൾ സ്നേഹിക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ മക്കള് മറ്റുള്ളവരുടെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം നെഞ്ചോട്. അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ ഒന്നും പറയരുത്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറ്റുകൾ ചെയ്യാത്ത, അത് മക്കളും ഇല്ല, എല്ലാവരും ചെയ്യും, തെറ്റുകൾ ചെയ്യാത്ത ആളുകളില്ല. നമ്മൾ ആ തെറ്റുകൾ തിരുത്താൻ, തീർച്ചയായിട്ടും തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരം അത് എല്ലാവർക്കും കൊടുക്കണം. മാത്രമല്ല സ്നേഹത്തോടെ അവരെ നമ്മോട് ചേർത്ത് പിടിച്ചാൽ ഇന്നല്ലേ നാളെ അവർ തെറ്റ് തിരുത്തുകയും ചെയ്യും. നമ്മൾ അവരെ ഉപേക്ഷിക്കുകയോ അല്ലെ ഇറങ്ങിപ്പോകാൻ പറയുകയോ അങ്ങനെ വാശി കാണിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. രാവിലെ എഴുന്നേറ്റ് ഒരു 5:30 5:45 ഇടയ്ക്ക് എഴുന്നേറ്റ് നിങ്ങൾ കിടക്കപ്പായി എന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് കൈയും കാലും മുഖം നനച്ചിട്ട് ഒരു കസേരയിലോ എല്ലാം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ നിങ്ങളുടെ ഉച്ചിയിൽ, ഈ ഉച്ചിയിൽ തന്നെ, ഉച്ചിയുടെ മുകളിലൊന്നും അല്ല, ഉച്ചിയിൽ തന്നെ, ഉച്ചിയിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് നമഃശിവായ, ശിവായ നമ എന്ന് മനസ്സുകൊണ്ട് ജപിക്കുക. ജപിച്ചിട്ട് പിന്നീട് ഒരു നീലപ്രകാശം മാത്രം സങ്കല്പിച്ചാൽ മതി, കണ്ണടച്ചുകൊണ്ട്. അത് ശിവനും പാർവതിയാണെന്ന് ഉറപ്പിച്ച് പരമേശ്വര പരമേശ്വരി ആ പാദങ്ങളെ കോടിക്കോടി നന്ദി മഹത്വം എല്ലാം സമർപ്പിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം പറയുക. ആ ആഗ്രഹം പറഞ്ഞിട്ട് ഭഗവാനെ ഇത് ഭഗവാന്റെ പരമേശ്വരന്റെയും പരമേശ്വരിയുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഒരു ചിന്തയില്ലാതെ ഉച്ചയുടെ മധ്യത്തിലെ നീലപ്രകാശത്തിൽ സങ്കല്പിച്ച് കണ്ണടച്ചാൽ അല്പം നേരം ഇരിക്കുക. 1/2 മിനിറ്റോ 1 മിനിറ്റോ വല്ലോ. നിത്യേന രാവിലെ ചെയ്യുക. കിടന്നുറങ്ങുന്നതിന് മുമ്പ് വടക്കോട്ട് തിരിഞ്ഞതും ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞതും ചെയ്യുക.
ഇനിയിപ്പോൾ 5:30 എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെയ്താലും മതി. പക്ഷെ 5:30 5:45 അടക്കം ചെയ്താൽ കുറച്ചുകൂടെ ബലമുണ്ട്. ഇനി അതല്ല, നിങ്ങൾ എപ്പോഴും എഴുന്നേക്കുന്നോ ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്ന് നിങ്ങൾ കിഴക്കോട്ട് ഇരുന്ന് ചെയ്താൽ മതി. രാവിലെ വൈകിട്ട് കിഴക്കപ്പായിരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണം. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. നിങ്ങൾ ഒരാഗ്രഹവും പറയണ്ട, നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു വരും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു അറിവാണ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഗുണം ചെയ്യും. എല്ലാ ആഗ്രഹവും ഭഗവാൻ നടത്തി തന്നോളൂ. നിത്യവും ചെയ്യുക. ഇതിന് ചര്യ നിഷ്ഠ ഒന്നുമില്ല. ഇനിയും നിങ്ങൾ ഇതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഭഗവാന് നിങ്ങൾ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ശിവഭഗവാന് പാൽപ്പായസം, പാർവ്വദേവിക്ക് ഒരു പിൻവളക്ക് ഇത് സമർപ്പിച്ച് നന്ദി പറയണം. മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.